മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി വെറുതെയല്ല അധികാരത്തിലേക്ക് എത്തിയിട്ടുള്ളത്. തിരുവനന്തപുരം ജനത ഞങ്ങൾക്ക് വേണ്ടി ആര് ഇടപെടലുകൾ നടത്തും, ഞങ്ങൾക്ക് വേണ്ടി ആര് സേവനം നടത്തുമെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതിന്റെ ഒരു വ്യക്തമായ ഒരു ഉദാഹരണമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ വി രാജേഷ് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. വീട്ടുകാരടച്ച എൻ്റെ വാർഡിലുള്ള പൂജപ്പുര വാർഡിലുള്ള ഒരു VSS എഞ്ചിനീയർ വന്നിട്ട് പറഞ്ഞു, ഞാൻ കഴിഞ്ഞ വർഷം വീട്ടുകാരടച്ചിട്ടുണ്ട്, അതിൻ്റെ റെസിപ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഈ വർഷം വന്നപ്പോൾ പറഞ്ഞു, കഴിഞ്ഞ വർഷം അടച്ച കരം ഇവിടെ കാണാനില്ല, ഫൈൻ ഉൾപ്പെടെ കഴിഞ്ഞ വർഷത്തിൽ ഈ വർഷത്തും അടയ്ക്കണമെന്ന് പറഞ്ഞു. ഞാൻ ആ റെസിപ്റ്റ് വാങ്ങിച്ച് പരിശോധിച്ചു ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്തോ കൺഫ്യൂഷൻ വന്നാണെന്ന്. 2 മാസം കഴിഞ്ഞപ്പോൾ മറ്റൊരു വാർഡിൽ ഇതുപോലെ സംഭവം വന്നു. സമാനമായ അനുഭവം ഒന്നിലും രണ്ടിലും കൂടുതലായതോടെ ഞങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, സാധാരണക്കാരടയ്ക്കുന്ന വീട്ടുകരമൊന്നും തന്നെ കോർപ്പറേഷൻ്റെ അക്കൗണ്ടിലേക്ക് പോകാറില്ല. വ്യാജ റെസിപ്റ്റ് പ്രിന്റ് ചെയ്ത് ഉദ്യോഗസ്ഥന്മാർ കൊടുക്കുകയാണ്. ഇതിൻ്റെ പങ്ക് CPM നേതാക്കന്മാരും ഭരണാധികാരികളും പറ്റുകയാണ്. ഞങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് ഒരു ആഴത്തിൽ പഠനം നടത്തിയപ്പോൾ പതിറ്റാണ്ടുകളായി സാധാരണക്കാരായ ജനങ്ങൾ അടയ്ക്കുന്ന വീട്ടുകരത്തിൻ്റെ ഒരു 10-20% മാത്രം കോർപ്പറേഷനിൽ അടച്ചിട്ട് ബാക്കിയൊക്കെ ഉദ്യോഗസ്ഥന്മാരും CPM നേതാക്കന്മാരും വീതം വെച്ചെടുക്കുകയാണെന്ന് മനസ്സിലായത്. ഞങ്ങൾ സമരം ആരംഭിച്ചു. 20 ദിവസം ഞങ്ങളുടെ 20 വനിതാ കൗൺസിലർമാരും 15 പുരുഷ കൗൺസിലർമാരും കൂടി കോർപ്പറേഷൻ ഹാളിനകത്ത് ആ ലോഞ്ചിൽ ഞങ്ങൾ സത്യാഗ്രഹം 20 ദിവസം സത്യാഗ്രഹം നടത്തിയിട്ടും ഭരണസമിതി ഇത് അന്വേഷിക്കാൻ തയ്യാറായില്ല. ഞങ്ങൾ 21ാമത്തെ ദിവസം മുതൽ 9 ദിവസം ഉപവാസത്തിലേക്കാണ്. ഉപവാസം ശക്തമായപ്പോഴേക്കും ഗവൺമെൻറ് അന്വേഷിക്കേണ്ടി വന്നു. ഒടുവിൽ അന്വേഷിച്ചപ്പോഴേക്കും ഒരു ഉദ്യോഗസ്ഥ, നിരവധി പേർ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്, നിയമ സോണൽ ഓഫീസ് സൂപ്രണ്ട് ശാന്തി എന്ന ഉദ്യോഗസ്ഥ 38 ലക്ഷം രൂപ ഇതിൽ നിന്ന് വെട്ടിച്ചതായിട്ട് അവർ KMCSU CPMന്റെ യൂണിയനിന്റെ സംസ്ഥാന നേതാവാണ്, വെട്ടിച്ചതായിട്ട് കണ്ടെത്തി അവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് നിങ്ങൾ കേട്ടില്ലേ? കൃത്യമായിട്ട് BJP തിരുവനന്തപുരം കോർപ്പറേഷനില് ഇടപെടലുകൾ നടത്തുകയും ആ ഇടപെടലുകള് ജനതയ്ക്ക് വേണ്ടിയാണെന്ന് തിരുവനന്തപുരം ജനത തിരിച്ചറിയുകയും ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അധികാരത്തിലെത്തിയിട്ടുള്ളത്. നമ്മളിപ്പോ കേരളത്തില് നിയമസഭാ ഇലക്ഷന്റെ പടിവാതിൽക്കലാണ് എത്തി നിൽക്കുന്നത്. ഓരോ മലയാളിയും തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് കണ്ണു തുറന്നൊന്ന് നോക്കണം. വി രാജേഷ് പറഞ്ഞിട്ടുള്ളത് നികുതി അടച്ചതിന്റെ ക്യാഷ് പോലും, അതായത് ഒരു സാധാരണക്കാരൻ നികുതി അടച്ചതിന്റെ ക്യാഷ് പൊതുഖജനാവിലേക്ക് പോവാതെ ഉദ്യോഗസ്ഥന്മാർ തങ്ങളുടെ പോക്കറ്റിലേക്ക് ഇട്ടത് BJP പിടിച്ചു. അത് കൃത്യമായിട്ട് അതിനെതിരെ സമരം ചെയ്തു, ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യിപ്പിച്ചു. ആർക്ക് വേണ്ടി? ജനതയ്ക്ക് വേണ്ടി. ഇത് തിരുവനന്തപുരം ജനത തിരിച്ചറിഞ്ഞു. നമ്മുടെ കേരളത്തില് ഹോസ്പിറ്റലുകളിൽ കത്രിക മറന്നു പോകുന്നു. അങ്ങനെ എന്തൊക്കെ വിഷയങ്ങളിൽ നമ്മുടെ കേരളത്തിൽ എത്ര ഹോസ്പിറ്റലുകളിൽ എത്രത്തോളം ദുരന്തമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ അടിസ്ഥാന ആവശ്യമല്ലേ ഹോസ്പിറ്റലുകളൊക്കെയായി ബന്ധപ്പെട്ടുള്ളത്. അങ്ങനെ നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങളിൽ പോലും കൊള്ള നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഇടത് സർക്കാരിന് ഇനിയും നമ്മൾ അധികാരത്തിലേക്ക് എത്തിക്കേണ്ടതുണ്ടോ? അതേപോലെ തന്നെ മറുഭാഗത്ത് UDF ജമാഅത്തെ ഇസ്ലാമിയാണ് UDFനെ നിയന്ത്രിക്കുന്നത് പോലും. ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ബംഗ്ലാദേശിൽ ക്രിസ്ത്യാനികളെയും ഹിന്ദുവിനെയും വേട്ടയാടി കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരിക്കുക. ഇതേ ജമാഅത്തെ ഇസ്ലാമിയാണ് നമ്മുടെ കേരളത്തിലെയും ജമാഅത്തെ ഇസ്ലാമി. വെറുതെ പറയല്ല, ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിൽ പൊട്ടിയ സമയത്ത് അത് ന്യായീകരിക്കാൻ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിക്കാർ വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയയിൽ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഈ ജമാഅത്തെ ഇസ്ലാമിയാണ് കോൺഗ്രസിന്റെ ഒപ്പം മത്സരിക്കാൻ രംഗത്തിറങ്ങുന്നത്. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ജമാഅത്തെ ഇസ്ലാമിയാണ് നിയന്ത്രിക്കുക. ഒരു ഭാഗത്ത് പച്ചവർഗീയവാദവുമായിട്ട് UDF, മറുഭാഗത്ത് കാട്ട് മുടിച്ചു മുന്നോട്ട്. അത് ഉദ്യോഗസ്ഥ വർഗവും ഇടതുപക്ഷം കൂടിയാണ് കട്ടമുടിച്ച് മുന്നോട്ട് പോകുന്നത്. അതേ സമയത്ത് നമ്മുടെ തലസ്ഥാന നഗരി ഭരിക്കുന്നത് BJP ആണ്. അവർ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് സമരം ചെയ്തതിന്റെ ഒരൊറ്റ ഉദാഹരണമാണ് വി രാജേഷ് മുന്നോട്ട് വെച്ചത്. അത് തന്നെ എന്തുമാതിരി വലിയ തട്ടിപ്പ. ആര്യ രാജേന്ദ്രന് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന സമയത്ത് നടന്ന കൊള്ളയെ കുറിച്ചാണ് വി രാജേഷ് കൃത്യമായിട്ട് പറയുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനൊക്കെ ഇടതുപക്ഷം കാട്ടമുടിച്ചായിരുന്നു മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. തെരുവുനായ ശല്യത്തിന് പരിഹാരം ഉണ്ടാക്കുന്നു പറയൂ, അതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും.
പക്ഷെ പണം എങ്ങോട്ട് പോകുന്നു? ഇത് കേരളത്തിൽ ഉടനീളം ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ കഴിഞ്ഞ 10-65, അതായത് സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ കേരളം ഇടതും വലതും മാത്ര മാറി മാറി ഭരിക്കുന്നത്. എന്നിട്ട് എന്ത് സംഭവിച്ചോ? കേരളത്തിലെ സകല ഏറെക്കുറെ ബഹുഭൂരിപക്ഷവും യുവജനങ്ങള് വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോവേണ്ടി വന്നു. തന്റെ മാതാപിതാക്കളെ, തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെ ഈ നാട്ടിൽ നിർത്തിയിട്ട് പ്രവാസ ജീവിതത്തിലേക്ക് പോവേണ്ടി വന്നു. അതൊക്കെ ഇവിടെയുള്ള സാധാരണക്കാരുടെ പ്രശ്നം കൊണ്ടാണല്ല. കേരളം സ്വാതന്ത്ര്യകാലം മുതൽ ഇത്രയും കാലം ഭരിച്ച ഇടതിന്റെയും വലതിന്റെയും കാര്യങ്ങൾ കൊണ്ട് മാത്രം. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരുപാട് സംസ്ഥാനങ്ങള് നമ്മുടെ കേരളം വിട്ടു കഴിഞ്ഞാൽ യുവാക്കൾ നമ്മുടെ കേരളത്തിൽ നിന്ന് പ്രവാസ ജീവിതം തിരഞ്ഞെടുക്കുന്നത് പോലെ മറ്റേതെങ്കിലും സ്ഥലത്ത് പോകുന്നുണ്ടോ? മറ്റേതെങ്കിലും സംസ്ഥാനത്ത്? ശരിയാണ്, ഗുജറാത്തൊക്കെ എടുത്തു നോക്കിയാൽ പ്രവാസികളുണ്ട്. ഏത് തരത്തില്? അവര് ബിസിനസ്സുമായിട്ട് കുടുംബത്തോടൊപ്പം അവരുടെ താല്പര്യത്തിനനുസരിച്ച അവരെവിടേക്ക് പോകുന്നത്. അതേ സമയത്ത് ജോലി തേടി പെട്ടുകൊണ്ട് ഗതികേട് കൊണ്ട് തന്റെ ഭാര്യയെ, തന്റെ മക്കളെ, തന്റെ മാതാപിതാക്കളെ ഇവിടെ നിർത്തിക്കൊണ്ട് ഗതികേട് കൊണ്ട് നമ്മുടെ കേരളത്തിലാണ് ഭൂരിപക്ഷ ആളുകളും പ്രവാസ ജീവിതത്തിലേക്ക് പോകാറുള്ളത്. അതേസമയത്ത് മറ്റ് സംസ്ഥാനങ്ങളില്, പ്രത്യേകിച്ച് ഗുജറാത്തൊക്കെ, അവിടെ പ്രവാസ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും ഒപ്പം ഇഷ്ടപ്രകാരം. രണ്ടിലും വലിയ വ്യത്യാസങ്ങളുണ്ട്. അതിനൊക്കെ തന്നെ കാരണം നമ്മുടെ കേരളത്തിലെ ഇടതനും വലതനും നമ്മുടെ നാട് കട്ടപിടിച്ചത് കൊണ്ടാ. നമ്മുടെ കേരളത്തിൽ ഈ കാണുന്ന ഈ ബിൽഡിങ്ങുകളും ഈ വികസനങ്ങളൊന്നും തന്നെ ഒരു ആളുടെയും സംഭാവനയല്ല. മറിച്ച് അത് കൃത്യമായിട്ട് പ്രവാസികൾ ഗൾഫ് മേഖലയിൽ പോയ, യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ പോയിട്ടുള്ള ആളുകള് പണം നമ്മുടെ കേരളത്തിലേക്ക് കൊടുക്കുന്നത് കൊണ്ട് അവരുടെ കുടുംബങ്ങൾ ഇവിടെ ഹോട്ടലുകളായിട്ടും അല്ലാത്തതുമായിട്ട് കെട്ടിപ്പൊക്കിയത് മാത്ര. അല്ലാതെ തന്ത്രപരമായിട്ട് ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ഒരു തരത്തിലുള്ള വ്യവസായങ്ങളോ സംരംഭകരോ കൊണ്ടുവന്ന് നാടിനെ പുരോഗതിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടില്ല. അത് മറ്റു സംസ്ഥാനങ്ങൾ എടുത്തു നോക്കിയാൽ എന്തുമാതിരി വലിയ കമ്പനികള്, ലോകോത്തര കമ്പനികള്, ആമസോൺ, ഗൂഗിൾ, ഇങ്ങനെ സകല ഐഫോൺ, സകല സംവിധാനങ്ങളും നമ്മുടെ രാജ്യത്തേക്ക് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ അത്തരം ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ല. അത്തരം വലിയ കോടിക്കണക്കിന് ഇൻവെസ്റ്റ് ഉള്ള, നമുക്കറിയാം 3000 കോടിയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് സാബു എം ജേക്കബ് ഇവിടേക്ക് വന്ന സമയത്ത്, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ സമയത്ത് ഓടിച്ചങ്ങ് തെലുങ്കാനയിലേക്ക് പോയതല്ലേ. തെലുങ്കാനയിൽ അവിടെ ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുത്ത് ആ സ്ഥാപനം അവിടെ സുഖകരമായിട്ട് മുന്നോട്ട് വന്നു. ഇനിയും നമ്മുടെ കേരളം നശിച്ചു പോവാതിരിക്കാൻ ജനങ്ങൾക്ക് വേണ്ടി ഇടപെടുന്ന ഒരു മൂന്നാം മുന്നണിയെ, NDA മുന്നണിയെ അധികാരത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് പാർട്ടി നോക്കിയല്ല, മറിച്ച് നാടിന്റെ ഗുണം നോക്കിയിട്ട്. ഇവിടെ VV രാജേഷ് ഈ തിരുവനന്തപുരം കോർപ്പറേഷനില് അധികാരത്തിലെത്തി. ഇവിടെ മതഭേദമന്യേ ഓരോ ആളുകളും അവിടേക്ക് കണ്ണു തുറന്നു നോക്കണം. എത്രത്തോളമാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടപെടലുകൾ നിരന്തരം നടത്തുന്നത് എന്ന്. അതും അടിസ്ഥാന ആവശ്യങ്ങളാണ് ഈ 2026 BJPക്ക് ചെയ്തു കൊടുക്കേണ്ടി വരുന്നത്. കാരണം ഇത്രയും കാലം ഭരിച്ചവര് അവരുടെ പോക്കറ്റ് മാത്രം ഏർപ്പിച്ചതുകൊണ്ടാ ഈ നായശല്യം പോലും ഇപ്പൊ തീർക്കേണ്ടി വരിക, മാലിന്യ പ്രശ്നം പോലും ഇത്രയും ഈ കാലത്ത് തീർക്കേണ്ടി വരിക. അങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോഴും ഇത്രയും കാലം ഇടതും വലതും കട്ടമുടിച്ചത് കൊണ്ടല്ലേ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥന്മാരും ഈ പറയുന്ന ആര്യ രാജേന്ദ്രൻ ടീമൊക്കെ ഇവര് കൂട്ടമായിട്ടായിരുന്നു കട്ടുപിടിച്ചത്. ഇതൊരു തിരുവനന്തപുരം കോർപ്പറേഷനിലെ കഥയല്ല. നമ്മുടെ കേരളത്തിലുടനീളം കോൺഗ്രസും CPM കൂടെ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരിൽ നിന്നൊന്ന് രക്ഷപ്പെടണമെങ്കിൽ രാജ്യം സേവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, രാജ്യത്തെ സേവിക്കാൻ വേണ്ടിയിട്ട് പൊതുപ്രവർത്തനം നടത്തിയ ആളുകളെ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ തിരഞ്ഞെടുത്തേ പറ്റോ. അത് നമ്മുടെ നാടിന് വേണ്ടിയാണ് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയുക.